ഹലോ ഗൈസ്, പുതിയൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് FSTM എന്ന ബ്രോക്കറിൽ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. FSTM എന്ന് പറയുന്നത് ഫോറക്സിലെ ഒരു നമ്പർ 1 ബ്രോക്കറാണ്. FSTMന്റെ മദർ കമ്പനി ആയിട്ടുള്ള അൽഫാരി എന്ന ബ്രോക്കറിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുള്ളവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രോക്കർ തന്നെയാണ്. INR ഒക്കെ സിമ്പിളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ, വിഡ്രോ ചെയ്യാനൊക്കെ പറ്റും. അൽഫാരി ബ്രോക്കറിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ കാർഡിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലിവറേജ് കിട്ടുന്ന ഒരു ബ്രോക്കറാണ് എക്സനസ് എന്ന ബ്രോക്കർ. അതിൽ രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇന്ത്യ പ്രൂഫ് വെച്ചിട്ടാണ് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എക്സനസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയിലെ ജോയിനിങ് അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ വന്നു കഴിഞ്ഞാൽ നിരവധി ട്രേഡിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസുകളൊക്കെ കാണാൻ പറ്റും. ചാനൽ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ട്രേഡിങ്, ഓർഡർ ബ്ലോക്കുകളെ കുറിച്ച്, അതുപോലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ, ഡെപ്പോസിറ്റ് എങ്ങനെ, എന്താണ് സോണുകൾ, കോപ്പി ട്രേഡിങ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് 2026 നല്ലൊരു പ്രോജക്റ്റാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ MST ബ്ലോക്ക് ചെയിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് കിട്ടിയ ഒരു പ്രോജക്റ്റാണ്. രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കും അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലോ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ താഴെ കമൻറ്റ് ചെയ്താലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് FSTMൽ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. FSTMന്റെ സെയിം വെബ്സൈറ്റ് തന്നെയാണ് അൽഫാരിയിലും വരുന്നത്. അതായത് ഇതിലെങ്ങനെയാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതേ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് അൽഫാരിയിലും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. FSTMന്റെ ഡാഷ്ബോർഡാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ബാലൻസ്, ഇക്വിറ്റി, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. മുകളിൽ നമ്മളുടെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് കാണാൻ പറ്റും. നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ താഴെ ഫണ്ട്സ് എന്നുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഫണ്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളുടെ വാലറ്റ് കറക്റ്റായിട്ട് കാണുന്നത്. ഡെപ്പോസിറ്റ്, വിഡ്രോ, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാണാം. ഇവിടെ നിങ്ങൾ ഡെപ്പോസിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ മുകളിൽ ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. വിഡ്രോവലാണ് എന്നുണ്ടെങ്കിൽ വിഡ്രോ ക്ലിക്ക് ചെയ്തിട്ട് വിഡ്രോവൽ ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ ഞാൻ ഡെപ്പോസിറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് INR എന്നുള്ള ഈ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ INR എത്രയാണോ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ത്രൂ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിട്ടുണ്ടാവുക. നിങ്ങൾ ആ ഒരു രീതിയിലുള്ള പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ INR നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ പറയാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസി എങ്ങനെ ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ താഴെയുള്ള ക്രിപ്റ്റോ കറൻസി എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ട സെലക്ട് ക്രിപ്റ്റോ കോയിൻ, നിങ്ങൾ ഏത് കോയിനാണോ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. BTC, എതേറിയം, TRX, USDT, ODOIS, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കാണാൻ പറ്റും. നിലവിൽ എല്ലാവരും USDT ആണ് ഒട്ടുമിക്ക ആളുകളും ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ USDT സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാനുണ്ട്. എതേറിയം ഉണ്ട്, ബൈനാൻസ് സ്മാർട്ട് ചെയിൻ ഉണ്ട്, ട്രോൺ നെറ്റ്വർക്ക് ഉണ്ട്. ഞാൻ ബൈനാൻസ് സ്മാർട്ട് ചെയിൻ ആണ് സെലക്ട് ചെയ്തത്. സ്ക്രോൾ ചെയ്ത് ഇനി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ $30 മിനിമം ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് താഴെയാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ $3 ഫീസായിട്ട് ഇവിടെ പിടിക്കുമെന്നുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് $30 മിനിമം എങ്കിലും നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നർത്ഥം. ഇനി താഴെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോയിൻസ് ബൈ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിലോട്ടാണ് നേരെ പോകുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു സ്കാനർ കാണാം, അതുപോലെ തന്നെ ഒരു അഡ്രസ്സും കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു സ്കാനറിലോട്ട് നിങ്ങളുടെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് എങ്ങനെയും ഡെപ്പോസിറ്റ് ചെയ്യാം. ഞാൻ അഡ്രസ്സ് കോപ്പി ചെയ്തു. എന്നിട്ട് നിങ്ങൾ ഏത് വാലറ്റിൽ നിന്നാണോ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഞാൻ എൻ്റെ ബൈനാൻസിൽ നിന്നായിരുന്നു ഇവിടെ എൻ്റെ ഫണ്ട് USDT ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ സെൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. നേരെ സെൻഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് ഇവിടെ ഓൺ ചെയിൻ വിഡ്രോ എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ബൈനാൻസിൽ ഈ ഒരു ഓപ്ഷന് കുറേ പേർക്ക് സംശയമുള്ള ഏരിയയാണ്. ബൈനാൻസ് ടു ബൈനാൻസ് അല്ല, ബൈനാൻസ് ഓൺ ചെയിൻ ആണ്. അതായത് ചെയിൻ നെറ്റ്വർക്ക് വഴിയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. അതിനുശേഷം അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് ആ ഒരു അഡ്രസ്സ് കറക്റ്റ് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഫസ്റ്റും ലാസ്റ്റും ആ ഒരു അഡ്രസ്സ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മാറിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. കോപ്പി പേസ്റ്റ് ആകുമ്പോൾ മാറുകയില്ല, എന്നാലും ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം നെറ്റ്വർക്ക് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് BNB സ്മാർട്ട് ചെയിൻ VP20 ഈ ഒരു നെറ്റ്വർക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളിവിടെ നോക്കേണ്ടത്, അതായത് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഏത് നെറ്റ്വർക്കാണോ സെലക്ട് ചെയ്തത് അതേ നെറ്റ്വർക്ക് തന്നെ ഇവിടെയും സെലക്ട് ചെയ്യണം. വിഡ്രോവൽ എമൗണ്ട് കൊടുത്തു. എന്നിട്ട് താഴെയുള്ള വിഡ്രോ എന്നുള്ള ആ ഒരു ഓപ്ഷനും കൊടുത്തു. ഒരു കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ട് നമ്മുടെ എമൗണ്ടും അതുപോലെ തന്നെ അഡ്രസ്സൊക്കെ സെയിം ആണെങ്കിൽ നേരെ കണ്ടിന്യൂ കൊടുത്തിട്ട് നമ്മുടെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിഡ്രോവൽ സക്സസ് എന്ന് കാണാം. ഇനി നേരെ നിങ്ങൾ ആ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്ത ആ ഒരു പേജ് തന്നെ ഓപ്പൺ ചെയ്യുക.
ഓപ്പൺ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ സ്റ്റാറ്റസ് കൺഫേംഡ് നമ്മുടെ എമൗണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. സോ ഇവിടെ കണ്ടോ ആ സ്പോട്ടിൽ തന്നെ ഈ ഒരു ബാലൻസിൽ അക്കൗണ്ട് ആഡ് ആയത് കാണാൻ പറ്റും. സിമ്പിളായിട്ട് ഈ ഒരു എക്സ്എൻഎസിലും അതുപോലെ തന്നെ അൽഫാരിയിലൊക്കെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രോക്കർ തന്നെയാണ്. വിഡ്രോവിനും ഇതേ മെത്തേഡ് തന്നെയാണ് വരുന്നത്. കോയിൻസ് ബൈ എന്ന ആ ഒരു സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഡെപ്പോസിറ്റ് ആയാലും വിഡ്രോവൽ ആയാലും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നെറ്റ്വർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രോക്കറിൽ സെലക്ട് ചെയ്യുന്ന നെറ്റ്വർക്കും സെയിം ആക്കുക എന്നുള്ളതാണ്. അതെല്ലാം തന്നെ നിങ്ങളുടെ ഫണ്ട് നഷ്ടമാകും. സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു ഡിസ്മായിട്ട് കാണാം.